കാണുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ അനുഭവിക്കുന്നതും ഇതെല്ലാം ചേർന്ന് ഒന്ന് സംസാരിക്കുകയാണ് വേർഡ് ടു വേൾഡ് ചാനലിലൂടെ. അപ്പോൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണുന്നതും കേൾക്കുന്നതിലേക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംസാരത്തിലേക്കും സ്വാഗതം. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ പറയുന്ന വളരെ സത്യസന്ധമായ ഒരു ഡയലോഗുണ്ട്. സാധാരണക്കാരൻ്റെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഈ പോലീസ് സ്റ്റേഷനാണാവുകയെ, ഇവിടെ ഞങ്ങൾ എടുക്കാത്ത കേസുകളൊന്നുമില്ല എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ പറ്റി അതിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷം അഭിഭാഷക ജീവിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഡയലോഗ് വളരെ സത്യസന്ധമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഡൽഹിയിലാണ്, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവിടേക്ക് ആർക്ക് കടന്നു ചെല്ലാൻ സാധിക്കും? എത്രമാത്രം സമ്പത്തുള്ളവർക്ക് അവിടേക്ക് എത്താൻ സാധിക്കും എന്ന് വലിയൊരു ചോദ്യമുണ്ട്. 2016 സുപ്രീം കോടതി കാണാൻ ആഗ്രഹം ഉള്ളൊരു വക്കീൽ എന്ന നിലയിൽ ഞാൻ അവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ 1-ാം നമ്പർ കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒക്കെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട കോടതി, ഒരു 5 ജഡ്ജിമാർ ഒരുമിച്ചിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്നൊക്കെയാണ് സുപ്രീം കോടതിയിലെ ആ സംവിധാനത്തിന് പറയുന്നത്. ഒന്നിലധികം ജഡ്ജിമാരുണ്ട്. അവിടെ ഒരു കേസിൻ്റെ വാദം നടക്കുകയാണ്. കേസ് സ്വന്തമായി വാദിക്കുന്ന ഒരു ഗുജറാത്തിൽ നിന്നുള്ള ഖനി വ്യാപാരി, അദ്ദേഹം സ്വന്തമായിട്ട് കേസ് വാദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കേസാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് അതുമായി ടാക്സുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ടാക്സ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ടാക്സ് ഇവേഷൻ, ടാക്സ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട സമയത്ത് അദ്ദേഹം ഒരുപാട് ലീഗൽ പോയിൻറ്റ്സുകളൊന്നും അറിയില്ല. അദ്ദേഹം വളരെ ഫ്രാങ്കായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ഒരു ന്യായാധിപൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, മിസ്റ്റർ, നിങ്ങൾക്ക് ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള സീനിയേഴ്സ് അഡ്വക്കേറ്റ്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വക്കാലത്ത് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്നോട്, ഞാനൊരു സീനിയർ വക്കീലിനെ കാണാൻ ചെന്നു, എന്നോട് പറഞ്ഞ ഫീസ്, അതായത് ഒരു സിറ്റിങ്ങിന് എന്നോട് പറഞ്ഞ ഫീസ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. ഉടനെ സുപ്രീം കോടതിയുടെ ന്യായാധിപനായിട്ടുള്ള അദ്ദേഹം പറയുന്നൊരു മറുപടി, അത് വളരെ കുറവല്ലേ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം. ഞാനിത് പറഞ്ഞു വരുന്നത്, പലപ്പോഴും നമ്മുടെ സമൂഹത്തിലൊരു വർത്തമാനമുണ്ട്, വക്കീലന്മാർ വാങ്ങുന്ന ഫീസിനെ പറ്റി ഒരു ചോദ്യമുണ്ട്. വളരെ ന്യായമായൊരു ചോദ്യമാണ്, ഭയങ്കര ഫീസ് എന്തിനാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇത്രമാത്രം ഫീസ്, ചില വക്കീലന്മാർ ഭയങ്കര ഫീസ് വാങ്ങും, അതെന്തിനാണ് വാങ്ങുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഈ ഹരീഷ് സാൽവെ എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട് സുപ്രീം കോടതിയിൽ. അദ്ദേഹമാണ് നമ്മുടെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഹാജരായി സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ തടവിലാക്കപ്പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഹാജരായത്. ഹരീഷ് സാൽവെ അദ്ദേഹം അന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിയ ഫീസ് വെറും 1 രൂപയാണ്. ഒരു സിംബോളിക് ആയിട്ടുള്ള 1 രൂപ മാത്രമേ അദ്ദേഹം ഫീസ് വാങ്ങിയുള്ളൂ, ഹരീഷ് സാൽവെ. അത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ഹരീഷ് സാൽവെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ, അതായത് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയി അപ്പിയർ ചെയ്തപ്പോൾ 1 രൂപയാണ് അദ്ദേഹം ഫീസ് വാങ്ങിച്ചത്. ഇതേ ഹരീഷ് സാൽവെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കഥ, അദ്ദേഹം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സ്വന്തം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ലണ്ടനിൽ പോകുന്ന ആളാണ്. അതിഗംഭീരമായി കോടിക്കണക്കിന് രൂപയാണ് ഫീസ് വാങ്ങുന്നത്. ഇപ്പം മരിച്ചുപോയ റാംജത്ത് മലാനി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു അഭിഭാഷകൻ, സുപ്രീം കോടതിയിലെ സിംഹമായിരുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു കഥ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കക്ഷി കാണാൻ ചെന്നു രാവിലെ. അപ്പം അപ്പോയിൻമെൻ്റൊക്കെ വളരെ പ്രയാസമാണ് കിട്ടാൻ. കാണാൻ ചെന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങളെൻ്റെ കാറിൽ കയറാൻ പറഞ്ഞു. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയമാണ്. പെട്ടെന്ന് അദ്ദേഹം, റാംജത്ത് മലാനി സാർ കാറിൽ കയറി, ഈ കക്ഷിയും കാറിൽ കയറി. 8 മിനിറ്റാണ് കാറിൽ ഇരുന്ന് ഈ കക്ഷി അദ്ദേഹത്തോട് സംസാരിച്ചത്. 8 മിനിറ്റ് സംസാരിച്ച് ഓഫീസിലെത്തിയപ്പോൾ ഓഫീസിൽ നിന്ന് ഈ 8 മിനിറ്റ് കാറിൽ ഇരുന്ന് സംസാരിച്ചതിന് 8 ലക്ഷം രൂപയുടെ ബില്ല് കൊടുത്തു. ഇത് മറ്റൊരു സുപ്രീം കോടതി വക്കീലിനെ പറ്റിയുള്ള കഥയാണ്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ഹൈലി പെയ്ഡാണ് സുപ്രീം കോടതിയിലെ ലോയേഴ്സ്. അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവരത് ഡിമാൻഡ് ചെയ്യുകയോ പിടിച്ചു പറിക്കുകയോ ചെയ്യുന്നില്ല. ഒരാളിൽ നിന്ന് അവർ പോയി പിടിച്ചു പറിക്കുന്നില്ല. അവരുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ, എൻ്റെ കേസിന് ഇന്നയാൾ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അവർ പറയുന്ന ഫീസ് കൊടുക്കണം. അതാണ് അതിൻ്റെ ഭംഗി. ഇപ്പം മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്ര കോടി രൂപയാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ മമ്മൂട്ടി ഇത്ര കോടിയാണ് വാങ്ങുന്നതെന്ന് പറയുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും അവിടെ ഇരുന്ന് പറയുന്നില്ല, മര്യാദയ്ക്ക് എനിക്ക് സിനിമ കൊണ്ടെത്താം, അല്ലെ ഞാൻ പിടിച്ചു പറിക്കുന്നില്ല. അവരെ ആവശ്യപ്പെടുകയാണ്, അവരുടെ സർവീസ്, അല്ലെ അവർ സിനിമയിൽ വന്നാൽ അവരെ കൊണ്ടൊരു സിനിമ ചെയ്യിച്ചാൽ
ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരാളെ സംബന്ധിച്ച് വലിയ സക്സസ് ആവും. കാരണം അവരുടെ സാറ്റലൈറ്റ് വളരെ കൂടുതലാണ്. അല്ല, അവരുടെ സിനിമ ഇറങ്ങുമ്പോൾ ഏത് സിനിമയാണെങ്കിലും ആദ്യത്തെ കുറച്ച് ദിവസം ഹൗസ്ഫുള്ളായിട്ട് ഓടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവരുണ്ടാക്കിയെടുത്ത സ്റ്റാർഡത്തിന് അവരിട്ടിരിക്കുന്ന വിലയാണ്. അത് വേണമെങ്കിൽ മതി, അവർ ഡിമാൻഡ് പിടിച്ചു പറിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രൊഫഷണലായിട്ടുള്ള ഏത് കോഴ്സ് ചെയ്യുന്ന വ്യക്തി. ഒരു വക്കീലായിട്ടുള്ള ഞാൻ പറയുകയാണ്, എൻ്റെ ഫീസ് ഇത്രയാണ്, ഞാൻ ഈ ഓഫീസ് തുറന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നിലേക്ക് വരാം, എൻ്റെ ഫീസ് ഇത്രയാണ്. അപ്പോൾ അവർ പറയും, സാർ ഇത്രയും ഫീസ് അഫോർഡബിൾ അല്ല, ഓക്കെ നിങ്ങൾക്ക് പോകാം, മറ്റു വക്കീലിനെ ഏൽപ്പിക്കാം. അപ്പോൾ ഇതാണ് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന എല്ലാവരും അവരുടെ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിന് അവരെ ഫീസ് ഈടാക്കിയിരിക്കുന്നു. ഇതുമൂലം ആരാണ് പ്രതിസന്ധി അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാവുന്നത്, നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള നല്ല കഴിവുള്ള വക്കീലന്മാരുടെ അഭാവം സമ്പത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. അതൊരു വലിയ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ്, ഒരു ഇൻജസ്റ്റിസാണ്. കാശുള്ള ഒരാൾക്ക് ഉന്നതമായി വക്കീൽ പണിയിൽ മറ്റേതെങ്കിലും ഫീൽഡിൽ നിൽക്കുന്ന മിടുക്കന്മാരെ കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പുറത്ത് അവർക്ക് അത്തരത്തിൽ ഉന്നതമായ ഒരു അഭിഭാഷകൻ്റെ സേവനം കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ആ സിനിമയിൽ ആ ഡയലോഗ് പറയുന്നത്, സാധാരണക്കാരൻ്റെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഈ പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ വെച്ച് തീർത്തോണമെന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അവനൊരു സ്വപ്നമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അവന് കടന്നു പോകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഈ സോഷ്യൽ ഇൻജസ്റ്റിസാണ്. പൈസ ഇല്ലാത്തവർ. അപ്പോൾ ഇതിന് എന്താണ് ഒരു പ്രതിവിധി എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പലപ്പോഴും പലരും ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിൽ പാസ്സായത്. 2016 അന്നത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു. ഒരു വലിയ വാർത്തയൊക്കെയായി. പ്രധാനമന്ത്രി ഇരിക്കുന്ന സ്റ്റേയിൽ അദ്ദേഹം വിങ്ങിപ്പൊട്ടുകയാണ്, കണ്ണിലെ കണ്ണുനീർ അദ്ദേഹം തൂവാല കൊണ്ട് തുടയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ അന്ന് വാർത്താ മാധ്യമങ്ങളിൽ വന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറഞ്ഞ ഒരു വർത്തമാനം ഇത്രയേ ഉള്ളൂ, സാർ, സുപ്രീം കോടതിയിൽ 83,000 കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്, ഹൈക്കോടതിയിൽ കിടക്കുന്നത് 4.3, അതായത് 4.3 ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്, കീഴ്ക്കോടതികളിൽ 4.6 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്, അല്ലെങ്കിൽ കേസുകൾ കൃത്യസമയം തീർക്കാൻ കഴിയാത്തത് മൂലം ഒരുപാട് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നില്ല. അതിന് ഗവൺമെൻറ് കൃത്യമായ ഇടപെടൽ നടത്തണം. ഇല്ലെങ്കിൽ സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ നീതി ആഗ്രഹിച്ച് കോടതിയിലേക്ക് പോകുന്ന മനുഷ്യർ ഈ സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ജുഡീഷ്യൽ സംവിധാനത്തെ ശപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞത്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്. ഞാനൊരു കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സായി. ആ ആക്ടിൽ ഏറ്റവും മനോഹരമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു നീതി കിട്ടാതിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യരുണ്ട്, കേസിന് പോകാൻ ആഗ്രഹമുണ്ട്, കേസിന് പോയി ഒരുപാട് പൈസ കയ്യിലില്ലാത്തതിൻ്റെ പുറത്ത് അവർക്ക് കേസിന് പോകാൻ കഴിയാത്ത മനുഷ്യരുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രീ ലീഗൽ എയ്ഡാണ്. അതായത് നിങ്ങൾ കാശില്ല എന്ന് വെച്ചോളൂ, കോടതിയിലെത്താൻ കാശില്ല, നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം എല്ലാ കോടതികളിലും, ജില്ലാ കോടതികളിലും ഹൈക്കോടതികളിലും കീഴ്ക്കോടതികളിലും മജിസ്ട്രേറ്റ് കോടതികളിലുമൊക്കെ ഈ കോടതിയുടെ അടിസ്ഥാനത്തിൽ അതിനോട് ചേർന്ന് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സാഹചര്യം അവിടെയുണ്ട്. നിങ്ങൾക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ഒരു വെള്ള പേപ്പറിൽ എനിക്ക് ഇന്ന കേസ് ചെയ്യാനുണ്ട്, അല്ല ഇന്ന കേസിൽ ഞാൻ പ്രതിയാണ്, അല്ല ഇന്ന കേസിൽ ഞാൻ വാദിയാണ്, അല്ല ഇന്ന കേസ് എനിക്ക് ഫയൽ ചെയ്യണം, ഇതാണ് സംഭവം എഴുതി കൊടുത്താൽ എനിക്ക് സാമ്പത്തികമായി എനിക്കത് ചെയ്യാനുള്ള സംവിധാനമില്ല, അല്ലെങ്കിൽ ഞാൻ രോഗിയാണ്, എൻ്റെ ഭാര്യ രോഗിയാണ്, അല്ലെങ്കിൽ ഞാൻ BPL-നകത്ത് വരുന്നൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വരുമാനം ഇത്രയേ ഉള്ളൂ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ, ഈ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഇരിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കാം. അങ്ങനെ അപേക്ഷ കൊടുത്താൽ ലീഗൽ സർവീസ് അതോറിറ്റി തന്നെ ആ പാനലിൽപ്പെട്ട വക്കീലന്മാരുടെ സേവനം നിങ്ങൾക്ക് തരും. ഇപ്പം ഞാനും കൊല്ലം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാനലിൽപ്പെട്ട ലോയറാണ്. ഞാൻ ഫീസ് വാങ്ങിച്ച് കേസ് നടത്തുന്ന ഒരു വക്കീലാണ്. ഒപ്പം തന്നെ ഇതൊരു സർവീസ് കൂടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് സമ്പത്തില്ലാത്തവർക്ക് നീതി ലഭിക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാനലിൽ കൂടെ നമ്മൾ സർവീസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കേസുകൾ പൈസ വാങ്ങിച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ പണം ആവശ്യപ്പെട്ട് നമ്മുടെ പ്രൊഫഷൻ അങ്ങനെ ആ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ, ഒപ്പം നമ്മൾ ഇത്തരത്തിലുള്ള പാനലിൽ പെട്ട അല്ലെങ്കിൽ ആവശ്യക്കാർ വരുന്ന കേസുകൾക്ക് നമ്മൾ സഹായിക്കാറുണ്ട്. സത്യത്തിൽ ഇത് നിങ്ങൾക്ക് സുപ്രീം കോടതി വരെ ഈ സേവനം ലഭിക്കും. ജില്ലാ കോടതി മാത്രമല്ല, ഇപ്പം ജില്ലാ കോടതി ഒരു കേസ് തള്ളി അതിൻ്റെ അപ്പീൽ പോകണം, ഹൈക്കോടതിയിൽ പോകാൻ പൈസ ഇല്ല.
അല്ലെങ്കിൽ അവിടുത്തെ ഒരു വക്കീലിനെ ചെന്ന് കണ്ടപ്പോൾ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്, കൊടുക്കാൻ കാശില്ലെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിലെത്തി അവിടെ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിൽ പോയി പറഞ്ഞാൽ, സാർ ഞാനിങ്ങനെ ഒരു അപ്പീൽ വാദിയാണ്, എൻ്റെ കേസ് തള്ളി, എനിക്കൊരു അപ്പീൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വളരെ മിടുക്കരായിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോയേഴ്സ് ഈ ഹൈക്കോടതിയുടെ ലീഗൽ സർവീസ് അതോറിറ്റി പാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ സേവനം ലഭിക്കും. സുപ്രീം കോടതി വരെ അങ്ങനെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു പക്ഷേ പലർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു കേസ് തള്ളിക്കഴിഞ്ഞാൽ ജില്ലാ കോടതി തള്ളി പിന്നെ മേലോട്ട് പോകാൻ ഒരു രക്ഷയില്ല, ഇത്രയും കേസ് ഞാൻ നടത്തി പൈസ പോയി, ഞാൻ മേലോട്ട് അങ്ങനെ പോകുന്നു ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇങ്ങനെയൊരു സംവിധാനമുണ്ട് എന്ന് പോലും അറിയത്തില്ല. അപ്പം പണം കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമ്പത്ത് കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാതെ പോകരുത് എന്ന് പറയുന്ന വലിയൊരു ഭരണഘടനാപരമായ തത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെൻറ്റ് നിയമം കൊണ്ടുവന്നിട്ടുള്ളതും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അങ്ങനെ പോകുന്നതും. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മളൊരു കേസ് എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുന്നത്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ പോലീസ് എന്ന് പറയുന്നത് മോശക്കാരൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ വിമർശിക്കാറുണ്ട്. അവർ കാണിക്കുന്ന അല്ലെങ്കിൽ ജോലി സംബന്ധമായി അവർ കാണിക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന ഹറാസ്മെൻറ്റുകളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുമുണ്ട്. അതിൻ്റെ ഒരു കാര്യം പണ്ട് അതിനെപ്പറ്റി ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വാചകം ഇങ്ങനെയാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. അതായത് ഒരു ജനത ആഗ്രഹിക്കുന്ന പോലീസിനെയാണ് ആ ജനതയ്ക്ക് കിട്ടുക. ഇപ്പം നമ്മൾ പലപ്പോഴും ദുബായ് പോലീസിനെ പ്രകീർത്തിക്കും, അല്ലെങ്കിൽ അമേരിക്കൻ പോലീസിനെ പ്രകീർത്തിക്കും. ഈ ഇടയ്ക്ക് ഞാനൊരു വിഷ്വൽ കണ്ടു. ലണ്ടനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണ്, ഒരു കാർ ആക്സിഡൻറ്റ് നടക്കുകയാണ്. അപ്പം ആക്സിഡൻറ്റിൽ കാരണമായ കാറിൻ്റെ ഡ്രൈവർ അവിടെ നിൽക്കുമ്പം പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു, അദ്ദേഹത്തോട് വളരെ മാന്യമായി സംസാരിക്കുന്നു, അദ്ദേഹത്തെ കാറിൽ കയറ്റുന്നു, മറ്റു വണ്ടി മാറ്റിയെടുത്ത് കൊണ്ടുപോകുന്നു. ഇതേ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഏറ്റുമാനൂരിൽ നമ്മളൊരു വിഷ്വൽ കണ്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ചെറുപ്പക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ റോഡിൽ വരുന്നു. ഒരു ചെറുപ്പക്കാരനും ഒരു ബസ് ഡ്രൈവർ തമ്മിൽ തർക്കമുള്ള സ്ഥലത്തേക്ക് മറ്റൊരു ചെറുപ്പക്കാരനായ ആചാരബാഹുവായ വലിയ ദൃഢഗാത്രനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ആ ചെറുപ്പക്കാരനെ പിടിച്ച് ചുറ്റി അവൻ്റെ മൊബൈൽ ഫോണൊക്കെ എടുത്ത് എറിഞ്ഞ് അവനെ ജീപ്പിനകത്ത് ഇടിച്ച് കയറ്റി കൊണ്ടുപോവാണ്. ഇത് കാണുമ്പോൾ നമ്മൾ ഈ രണ്ട് പോലീസിനെയും കമ്പയർ ചെയ്യും. തിരിച്ച് എനിക്ക് അതേപോലൊരു ചോദ്യമുണ്ട്. ഇപ്പം ലണ്ടനിലും ദുബായിലും പോകുന്ന മലയാളി അല്ലെ നമ്മൾ ഓരോരുത്തരും അവിടെ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുന്നത്, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ദുബായിലൊക്കെ പോയിട്ട് വണ്ടി ഓടിക്കുന്ന മനുഷ്യർ പറയുന്നൊരു വർത്തമാനം, ദുബായിൽ നമുക്ക് ഈ രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, അല്ല ദുബായിൽ നമുക്ക് അവിടെ ട്രാഫിക് റൂൾസ് എല്ലാം പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് കട്ട് ചെയ്യും, ഭയങ്കര ഫൈനായിരിക്കും എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് അവിടെ പോയി മാന്യമായി വണ്ടി ഓടിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെ നമ്മൾ തന്നെ നാട്ടിൽ വരുമ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കത്തില്ല, ഒരു സിഗ്നൽ സംവിധാനവും പാലിക്കത്തില്ല. ഇപ്പോഴും സീബ്ര ലൈനിൽ കൊണ്ടുപോയി വണ്ടി ഇടുന്ന മനുഷ്യരുണ്ട്. ആ ലൈനിൽ കൊണ്ടുപോയി ഇടുന്നു. അവിടെ ഒരു പോലീസുകാരൻ വന്നിട്ട് പുറത്തോട്ട് ഇറക്കിയിടുമെന്ന് പറഞ്ഞാൽ പോലീസുമായി തർക്കിക്കുന്ന എത്രയോ മനുഷ്യരെ കാണാം. ഞാൻ റോഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചില പോലീസുകാർ വന്നിട്ട് റോഡ് പെട്ടെന്ന് ക്ലോസ് ചെയ്യും. കാരണം അത് അവർ ക്ലോസ് ചെയ്യുന്നതല്ല, മറിച്ച് അവർക്ക് മേളിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷനാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഇന്ന് യാത്ര ചെയ്യേണ്ട റോഡ് വൈകിട്ട് നമ്മൾ ചെല്ലുമ്പോൾ 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അത് ആ പോലീസുകാരൻ എടുക്കുന്ന ഒരു തീരുമാനമല്ല, മറിച്ച് അവൻ്റെ മേലുദ്യോഗസ്ഥനോട് പറയുന്നതാണ്. ഒരു പക്ഷേ മുഖ്യമന്ത്രി കടന്നു പോകുന്നു, അല്ലെ വലിയ വേറൊരാൾ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റോഡ് ക്ലോസ് ചെയ്യാൻ മേലുദ്യോഗസ്ഥൻ പറയുമ്പോൾ അവൻ ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നമ്മളവിടെ ചെന്നിട്ട് അവരോട് തർക്കിക്കുകയാണ്, ബലം അവനെ സമ്മർദ്ദപ്പെടുത്തുകയാണ്, അല്ലെ അവനെ നമ്മൾ ചീത്ത വിളിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവൻ തിരിച്ച് അതേപോലെ ഹറാസ് ചെയ്യും. അപ്പോൾ അവിടെയാണ് ഒരു കൺഫ്രണ്ടേഷൻ മൂഡ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കുക, നമ്മൾക്ക് ആഗ്രഹിക്കുന്ന നമ്മുടെ ജനത എങ്ങനെയാണോ അവരോട് പെരുമാറുക അത്ര. കാരണം നമ്മളൊക്കെ തന്നെയാണ് പോലീസായിട്ട് പോകുന്നത്, നമ്മുടെ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ് ഈ സർവീസിൽ കയറുന്നത്. അപ്പോൾ നമ്മുടെ ആക്ഷനും റിയാക്ഷനും ഒക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിന് നമ്മൾ കൂടെ കാരണമാകുന്നു എന്ന് പറഞ്ഞു വരാനാണ് ഞാനിത് ആഗ്രഹിച്ചത്, ഞാനത് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ രീതിയിൽ പോലീസിംഗ് ഉള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരെ കയറി ചെല്ലാനുള്ള ഭയം പല സാഹചര്യത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഭയം നമുക്ക് ആവശ്യമില്ല. കാരണം ഒരു കാലത്ത് ഇടിയൻ പോലീസ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, പിന്നെ നിക്കർ പോലീസ്. അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു രസകരമായ കഥ കൂടി പറഞ്ഞിട്ട് പോകണം. ഇപ്പം നമ്മൾ കാണാറുണ്ട് യൂണിഫോം, പോലീസിൻ്റെ യൂണിഫോം പോലും ഒരു കാലത്ത് പെൺകുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ പോലീസിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ വേഷം എന്ന് പറയുന്നത് സാരിയായിരുന്നു. അതായത് നമ്മൾ പണ്ട് സിനിമയിലെ കാണും സാരി ഉടുത്ത പോലീസുകാരികളെ നമ്മൾ കാണും. അപ്പോൾ ആ വേഷം അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വേഷമായിരുന്നു. സ്ത്രീകളെ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ സാരി ഉടുക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല പണ്ട് അമ്മ പഠിപ്പിക്കാനൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ അമ്മ വാരി ചുറ്റി പോകും കാരണം പ്രായമൊക്കെ ആയതുകൊണ്ട്. പക്ഷേ അമ്മ മനോഹരമായ സാരി ഉടുത്ത് പോകുന്ന സമയത്ത് എനിക്കറിയാം, വീട്ടിൽ നമ്മൾ ഉള്ള സമയത്ത് അമ്മ വന്നിട്ട് അതിൻ്റെ പ്ലീറ്റ് പിടിച്ചു കൊടുക്കാം, നമ്മൾ താഴെ ഇരുന്ന് പ്ലീറ്റ് പിടിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ സാരി ഉടുത്ത് പോവുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ഒരു ടാസ്ക്കാണ്.
അപ്പോൾ ആ ടാസ്കിൽ നിന്നാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോലീസുകാരിയെ സാരി എടുത്ത് പോയാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉള്ളത്, വിനയ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ഓർക്കാതെ സംസാരിക്കാൻ കഴിയില്ല. അവർ CI ആയിട്ട് റിട്ടയർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരാണ് സത്യത്തിൽ ഈ സ്ത്രീ പോലീസുകാരുടെ വേഷവിധാനത്തിന് വേണ്ടി വലിയ സമരവും യുദ്ധവും ഒക്കെ നടത്തിയ വ്യക്തി. അവർ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ചാല എന്ന് പറയുന്ന ഒരു കമ്പോളമുണ്ട്. അവിടെ ഒരു സ്ത്രീ ഗുണ്ട, സ്ത്രീകൾക്കിടയിലും ഗുണ്ടയുണ്ടല്ലോ, പുരുഷ ഗുണ്ട മാത്രമല്ല, അപ്പോൾ സ്ത്രീ ഗുണ്ട പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊരു വാർത്ത കേട്ടപ്പോൾ ഈ വിനയ എന്ന് പറയുന്ന മാഡവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ചാല മാർക്കറ്റിലേക്ക് ഈ പെൺകുട്ടിയെ, ഈ ക്രിമിനലിനെ, ഈ ഗുണ്ടയെ പിടിക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പം അവർ ആത്മകഥയിൽ പറയുന്നു, ഈ ഗുണ്ട ആദ്യം ചെയ്ത പരിപാടി അതിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ സാരിയുടെ അവരെ ഇനി മടക്കി വെക്കുന്ന ഭാഗത്ത് കയറി പിടിച്ചു. അതോടുകൂടി സാരി അഴിഞ്ഞു. പിന്നൊക്കെയാണ് കുത്തിവെച്ചത്, അതായത് മുഴുവൻ അഴിഞ്ഞുപോയി. അതോടുകൂടി സ്വന്തമായിട്ടുള്ള മാനം കാക്കുക എന്നതാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥ ആ പ്രതിയെ അവിടുന്ന് വിടുകയാണ്. അവർ ഓടിപ്പോയി, ആ പ്രശ്നക്കാരി അവിടുന്ന് ഓടിപ്പോയി. ഇവർ 3 പേരും ആ സ്ത്രീയുടെ സാരിയൊക്കെ വാരി ചുറ്റി ഇവരെ വണ്ടിയിൽ തിരിച്ചു വന്നു. അന്ന് ആത്മകഥയിൽ വിനയ പറയുകയാണ്, അന്ന് ഞാനെടുത്ത തീരുമാനമാണ് ഇതിനെതിരെ ഒരു സമരം ചെയ്യണം. അങ്ങനെയാണ് പിന്നീട് വിനയ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് വലിയ പോരാട്ടം നടത്തി. പോരാട്ടം നടന്ന സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കാനും അവരെ പ്രയാസപ്പെടുത്താനും ഒക്കെയാണ് പോലീസുകാരെ ശ്രമിച്ചത്, പുരുഷ പോലീസുകാരെ ശ്രമിച്ചത്. പക്ഷേ ആ പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ വനിതാ പോലീസുകാരികളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സാരി മാറ്റി അവർക്ക് ഗംഭീരമായ യൂണിഫോം കൊടുത്തു. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, മിടുക്കികളായ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ യൂണിഫോമിൽ നിൽക്കുന്നത് കണ്ടാൽ പുരുഷ പോലീസും സ്ത്രീ പോലീസും ഒരു വ്യത്യാസവുമില്ല, അവരുടെ ആ ഇക്വാളിറ്റി അവിടെ വന്നു. അപ്പോൾ ഇത്തരത്തിൽ പോലീസുകാർക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടതിൽ നിന്നാണ് ഈ സംവിധാനം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പോലീസിലേക്ക് നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും അവർക്ക് പരാതിയിൽ നമ്മുടെ പരാതി സ്വീകരിച്ച് ഒരു കേസ് തീർക്കാൻ അവർക്ക് സാധിക്കാതെ വരും. ഭയങ്കര പ്രഷറുണ്ടാവും, വാദിയും പ്രതിയും ഒക്കെ പലരെയും കൊണ്ട് വിളിപ്പിക്കും. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ പറയുന്നത് ലോ ആൻഡ് ഓർഡറിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു കേസുമായിട്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരെ വിളിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരാൾ വിളിക്കും. സമ്മർദ്ദമാണ്, പ്രഷറാണ്, ഇവർക്ക് എന്ത് തീരുമാനം എടുക്കാൻ കഴിയാറില്ല. പലപ്പോഴും അതിൻ്റെ പുറത്ത് കേസുകൾ അവരൊരു വൺ സൈഡഡായി പോകാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യരുടെ പരാതിയുമായിട്ട് പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്താൽ ആ പരാതിയുടെ പുറത്തൊരു കേസ് പോലും പോലീസുകാർ എടുക്കാറില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും സാർ, ഞങ്ങൾ എന്താണ് അടുത്ത നടപടി, പരാതിയുമായി കയറി ഇറങ്ങി നടക്കുന്നു, പക്ഷേ പോലീസ് ഒരു കാര്യഗൗരവമായിട്ട് അത് എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. എന്താണ് ഇതിന് പ്രതിവിധി, ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് അങ്ങനെ പോകാൻ സാധിക്കും എന്നുള്ള ചിന്ത പലപ്പോഴും ഒരു വക്കീലെന്ന നിലയിൽ, ഒരു മനുഷ്യൻ നിലയിൽ എനിക്ക് ഉയർന്നു വരാറുണ്ട്. ഒരുപാട് മനുഷ്യർ നമ്മുടെ അടുത്ത് പറയും, സാറേ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തു, പോലീസുകാർ ഒരു കേസും നോക്കുന്നില്ല, അവരെ മറ്റേയാളുടെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പുറത്ത് അല്ലെ സാമ്പത്തിക സ്വാധീനത്തിൻ്റെ പുറത്ത് അവരെ കേസ് ഒത്തുതീർപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിന് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ റൂൾസ്, അവരുടെ മാനുവൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു പരാതി നിങ്ങൾ സ്വീകരിച്ചാൽ ആ പരാതിക്ക് ഉടനടി ഒരു രസീത് കൊടുക്കണം. ഈ പരാതി സ്വീകരിച്ചിട്ട് ഒരു രസീത് കൊടുക്കണം. ഈ രസീത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പോലീസുകാർ പറയും, ഇങ്ങനൊരു പരാതി ഇവിടെ തന്നിട്ടില്ല, നിങ്ങളുടെ പരാതി ഇവിടെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരുടെ ആ സംഭവത്തെ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം എടുക്കാറുണ്ട്. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടിയാണ് കൃത്യമായ നിയമത്തിൽ സർക്കുലറുകളിൽ പറയുന്നു, DGPയുടെ സർക്കുലറുകളിൽ പറയുന്നു, ആഭ്യന്തരമന്ത്രിയുടെ സർക്കുലറുകളിൽ പറയുന്നു, നിയമത്തിൽ പറയുന്നു, ഒരു പരാതി സ്വീകരിച്ചാൽ ഉടനടി അതിന് ഒരു രസീത് കൊടുക്കണം. ഈ രസീത് വാങ്ങിച്ചതിന് ശേഷവും പോലീസ് കേസെടുക്കുന്നില്ല എങ്കിൽ, അല്ലെ പോലീസ് ആ പരാതിയിൽ പ്രതിയെ പിടിക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ പ്രതിയെ സഹായിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ പരാതി പൂഴ്ത്തി വെച്ചിട്ട് പോലീസ് ഒരു നടപടിയും ചെയ്യുന്നില്ല എങ്കിൽ, ഈ പരാതി വെച്ചുകൊണ്ട് നിങ്ങൾ കോടതിയിലേക്ക് പോകാം. ഈ പരാതിയുടെ പുറത്ത് കോടതിയിൽ എത്തിയിട്ട് പറയാം, ഞാൻ ഇന്ന ദിവസം പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ, എനിക്കൊരു നടപടിയും അവിടെ നിന്നില്ല, ഒരു നീതിയും ലഭിക്കുന്നില്ല എന്ന് കോടതിയിലെത്തി നിങ്ങൾ പറഞ്ഞാൽ കോടതി പോലീസിനോട് പറയും ഇത് അന്വേഷിച്ച് FIR ഇടാൻ പറയും. അങ്ങനെ എത്രയോ കേസുകൾ, അതിന് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു നീതി കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കോടതിയിലേക്ക് പോകാം. കോടതിയിൽ പോയിട്ട് ഇതേ കാര്യത്തിന് പോലീസ് അന്വേഷിക്കും, അല്ലെങ്കിൽ SP പരാതി കൊടുക്കാം. ഇവിടെ നിന്നാണ് ഒരു പോലീസ് കേസ് തുടങ്ങുന്നത്. ഈ തുടങ്ങുന്ന കേസുകളാണ് പലപ്പോഴും വർഷങ്ങൾ നീണ്ടുപോകുന്നത്. അപ്പോൾ ഈ നീണ്ടുപോകുന്നത് ഭരണഘടനാപരമായി പറയുന്ന ഒരു വാചകമുണ്ട്, ഡിലേ ജസ്റ്റിസ് ഈസ് ഡിനേ ജസ്റ്റിസ് എന്നാണ്. അതായത് നമുക്ക് നീതി ലഭിക്കുക എന്ന് പറയുന്നത് ഉടനടി വേണ്ട ഒരു സാധനമാണ്. ഇപ്പം എന്നെ വീട്ടിൽ തന്നെ ഒരാൾ വന്ന് അടിച്ചാൽ, അല്ല എന്നെ ഒരു വീട്ടിൽ തന്നെ എൻ്റെ ചവിട്ടി എന്നെ പുറത്താക്കിയാൽ, അല്ലെ എൻ്റെ വാഹനം തടഞ്ഞു നിർത്തി എന്നെ ഒരാൾ ആക്രമിച്ചാൽ, വർഷങ്ങൾക്ക് ശേഷം
അല്ലെങ്കിൽ എനിക്ക് ആ സ്വാഭാവികമായി കിട്ടുന്ന നീതി ആ സ്പോട്ടിൽ കിട്ടുക എന്നുള്ളതാണ്. പലപ്പോഴും ആ നീതി കിട്ടാതെ പോകുന്നത് ഇത്തരത്തിലുള്ള പോലീസിൻ്റെ പുറത്തുണ്ടാകുന്ന പ്രഷർ, അല്ലെ അവരുടെ പുറത്തുണ്ടാകുന്ന സമ്മർദ്ദം അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സാധാരണക്കാരൻ പെട്ടുപോകുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യമാണ് പോലീസ് പരാതി സ്വീകരിച്ച രസീത് വാങ്ങുക. നിങ്ങൾ പലപ്പോഴും ആ രസീതിനെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയും ഇപ്പോൾ സമയമില്ല, CI സ്ഥലത്തില്ല, അല്ലെ DYSP വരട്ടെ, അല്ലെ DGP വരട്ടെ എന്നൊക്കെ അവർ പറയും. പക്ഷേ സ്ട്രോങ് ആയിട്ട് പറയണം, സാർ എൻ്റെ പരാതി സ്വീകരിച്ചിട്ട് രസീത് തരാൻ. കാരണം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അവിടെ കയറി ചെല്ലാം. പലപ്പോഴും പല മനുഷ്യരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല സാർ, പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഭയമാണ്. ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവർ ആ യൂണിഫോം ഇട്ടിരിക്കുന്നത് നമുക്ക് സർവീസ് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റി നമുക്ക് സർവീസ് തരാനുള്ള ഒരു സംവിധാനമാണ് പോലീസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നമ്മൾ ഭയക്കേണ്ടതായിട്ടില്ല. കുട്ടമ്പിള്ള പോലീസിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇടിയം പോലീസിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്, ഈ പോലീസുകാർ പലപ്പോഴും പണ്ടൊക്കെ ഇടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രിമിനലിനെ പിടിച്ചു കഴിഞ്ഞാൽ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സത്യങ്ങൾ പറയത്തേയില്ല. എല്ലാം ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും മനുഷ്യർക്കൊരു ത്വരയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം വിട്ടു പറയത്തില്ല. പിന്നെ ആകെയുള്ള മാർഗം ഇടിക്കുക, അല്ലെ മൂന്നാം മുറ പ്രയോഗം നടത്തുക, ഇതൊക്കെയാണ്. ചൂരൽ പ്രയോഗം, ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അത് കേട്ടിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരുമുണ്ട്. പക്ഷേ ഇന്ന് അത്തരം ഒരു മർദ്ദനമൊന്നും പോലീസുകാർ ചെയ്യാറില്ല. എനിക്കറിയാവുന്ന പല പോലീസുകാരും പറയുന്നത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാ ശാസ്ത്രീയ തെളിവുകളാണ്. നമ്മളുടെ ദൈനംദിന ജീവിതം പോലും എങ്ങനെ പോകുമെന്ന് പറയും പോലീസിനൊക്കെ വളരെ ഈസിയാണ്. അത്രയും ആധുനിക സാങ്കേതിക വിദ്യയുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഫോറൻസിക് തെളിവുകളുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇതൊക്കെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പം എന്നിട്ടും ചോദ്യത്തിന് മുമ്പിൽ ഉത്തരങ്ങൾ പറയാതെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെയുള്ള ഒരു ചെറിയ മർദ്ദന സംവിധാനത്തിലേക്ക് പോലീസും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യമാണ്. നമുക്ക് കോടതികളിൽ പോകാനും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാനും ഭയക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നമ്മുടെ നീതി, ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, ഈ പല കേസുകളൊക്കെ ചില മനുഷ്യർ പ്രത്യേകിച്ച് അവരുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സ്വത്തുമായി ബന്ധപ്പെട്ടൊക്കെ കേസിന് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എല്ലാം കുഴഞ്ഞു മറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനടി ഡോക്ടറെ കാണും. ചെറിയൊരു കുരു വന്നാൽ, ഒരു പാട്, നമ്മൾ ഉടനെ പോയിട്ട് ഡോക്ടറെ കാണും. അത് വഷളാവുന്നതിന് മുമ്പ് ഡോക്ടറെ കണ്ട് മരുന്നെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുണ്ടാകുന്ന ഒരു രോഗമാണ് ലീഗൽ പ്രശ്നങ്ങൾ. അത് ഉടൻ തന്നെ പരിഹരിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഉടൻ തന്നെ അതിൻ്റെ പരാതി കൊടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഉടനടി അത് കോടതിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും പോയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് വഷളാവും. ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു കക്ഷി കാണാൻ വന്നു. അദ്ദേഹം ഹരിപ്പാടുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് ജപ്തിയായി നാളെ ബാങ്കിൽ നിന്ന് സെയിൽ നടത്താൻ പോവുകയാണ്. ബാങ്കുകാർ വന്ന് അത് ജപ്തി ചെയ്തു, അത് പബ്ലിക്കായിട്ട് സെയിൽ ചെയ്യാൻ പോവുകയാണ്. ബാങ്കിന് കിട്ടേണ്ട പൈസ എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. പക്ഷേ ഈ വസ്തുവിൻ്റെ ടോട്ടൽ വില 42 ലക്ഷം രൂപയാണ്. അപ്പോൾ അദ്ദേഹം ഓടി വരുന്നത് എപ്പോഴാണ്? അതായത് സെയിലിൻ്റെ പേപ്പർ കിട്ടുമ്പോഴാണ് ഒരു അഭിഭാഷകനെ കാണാൻ ഓടി വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ചേട്ടാ 2019 തുടങ്ങിയ കേസാണ്. 2019 മുതൽ ഇദ്ദേഹം ഈ ബാങ്കിന് കൊടുക്കാനുള്ള പണത്തിൻ്റെ പുറത്ത് ബാങ്ക് കേസ് കൊടുത്തു, പല നോട്ടീസുകൾ അദ്ദേഹത്തിന് അയച്ചു, അതിൽ അദ്ദേഹം കൈപ്പറ്റി. ഒന്നിനും അദ്ദേഹം കോടതിയിൽ പോകുന്നില്ല, വക്കീലിനെ കാണുന്നില്ല, അതിനോട് ഒരു തരത്തിലും പ്രതികരിക്കുന്ന പോലുമില്ല. പക്ഷേ കോടതിയിൽ ഈ പ്രൊസീഡിങ്സ് എല്ലാം നടന്നു. ബാങ്കുകാർ അവരുടെ വക്കീലിനെ വെച്ച് കേസ് നടത്തി. അവസാനം സെയിൽ പ്രൊസീഡിങ്സ് ആവുന്ന സമയത്ത്, അതായത് നാളെ ഈ വസ്തു പതിച്ച് ബാങ്ക് ഏറ്റെടുക്കുന്ന സമയത്ത് ഓടി വരികയാണ്. അപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നാളും വെച്ചുകൊണ്ടിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ചോദിച്ചുള്ളൂ, ഒരു ചെറിയ ഒരു രോഗം വന്നാൽ, ഒരു ചെറിയൊരു പാട് വന്നാൽ നിങ്ങൾ ഉടനടി മെഡിക്കൽ കോളേജിലേക്ക് പോകത്തില്ലേ? ഉടനടി നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോകില്ലേ? അപ്പോൾ ഈ അത്തരത്തിലൊരു പ്രശ്നമല്ലേ നിങ്ങളുടെ ഈ പറയുന്ന റൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന വസ്തു പോകുന്നത്? കാരണം 12 ലക്ഷം രൂപ കൊടുക്കുന്നതിന് പകരം ഏതാണ്ട് ലക്ഷം, അതിനേക്കാളുമൊക്കെ 2 ഇരട്ടി വിലയുള്ളൊരു വസ്തു വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിസ്സഹായനായി നിൽക്കുകയാണ്. എന്തോ ഒരു പ്രതിസന്ധിയാണ്. ഒരു വക്കീലിനെ സംബന്ധിച്ച് ആ കുരുക്കെല്ലാം അഴിച്ചെടുക്കുന്നത്, അല്ലെ അതിന് പുറകെ നടക്കുന്നത് സാമ്പത്തിക ബാധ്യതയും അദ്ദേഹത്തിന് കൂടുകയാണ്. ആദ്യകാലത്ത് വന്നാൽ അത്ര സാമ്പത്തിക ബാധ്യത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്രയും ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ അതിന് മുമ്പോട്ട് പണം മുടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നിയമപരമായ പോരാട്ടം അതിൻ്റെ പ്രോപ്പർ ടൈമിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. പിന്നെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, നമ്മുടെ നിയമ സംവിധാനം കാര്യക്ഷമമോ അപ്ഡേറ്റഡോ അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ വായിച്ചൊരു കാര്യം ഓർമ്മ വരികയാണ്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് 50,000 മനുഷ്യർ കൂടി ഇരുന്നിട്ട് ഒരു മെമ്മോറാണ്ടം എഴുതി പാർലമെൻറ്റിൽ ഏതെങ്കിലും മന്ത്രിക്കോ MPക്കോ കൊടുത്താൽ അവർ ആ മെമ്മോറാണ്ടം അവരുടെ പാർലമെൻറ്റ് ഡിസ്കസ് ചെയ്ത് അതിന് ആവശ്യമായ ഒരു ബില്ല് കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു മെമ്മോറാണ്ടം എഴുതി 50,000 അല്ല 1 കോടി മനുഷ്യർ എഴുതി കൊടുത്താലും മൈൻഡ് പോലും ചെയ്യത്തില്ല. അതിൻ്റെ കാരണം അപ്ഡേഷൻസ് ഇല്ല. ബ്രിട്ടീഷുകാർ എഴുതി വെച്ച നിയമങ്ങൾ അതേപോലെ തുടരുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്കായ ലീഗൽ അപ്ഡേഷൻ ചർച്ചകളോ
വ്യാഖ്യാനങ്ങളോ പുതിയ നിയമങ്ങളോ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളോ കാര്യക്ഷമമായി പലപ്പോഴും ഇല്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിക്കാനേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കോടതികൾ, പോലീസ് എന്ന് പറയുന്നത് നമുക്ക് സർവീസ് തരാനുള്ളതാണെന്നും പണമില്ലാത്തതിൻ്റെ പേരിൽ, സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ നീതി ലഭിക്കാതിരിക്കരുത് എന്ന ആഗ്രഹത്തിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.